ഗുഡ് മോർണിംഗ്, ഹാപ്പി ജന്മാഷ്ടമി. 4:30 എണീറ്റു, കുളിച്ചു, കടല വേവിക്കാൻ ഇപ്പം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് മൺഡേ 26 ഓഗസ്റ്റ് 2024 ജന്മാഷ്ടമിയാണ്. രാവിലെ എണീറ്റ് ഇതൊക്കെ ചെയ്യുന്നതിന് മെയിൻ കാരണം കൃഷ്ണൻ്റെ ബർത്ത്ഡേക്ക് രാവിലെ തന്നെ നിവേദിക്കാമെന്ന് വിചാരിച്ചു. വൈകിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഹസ്ബൻഡ് അജേട്ടൻ എത്തൂല, കിട്ടു ഉണ്ടാവും, പഠിക്കുകയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാനും കിട്ടു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ ആകുമ്പോൾ 3 പേരും ഉണ്ടാവും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് രാവിലെ നിവേദ്യം ഉണ്ടാക്കാമെന്ന്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ വൈകിട്ടാണ് കൃഷ്ണനെയൊക്കെ കുളിപ്പിച്ച് പുതിയ ഉടുപ്പൊക്കെ ഇടിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ ഫാസ്റ്റിങ്ങും കൂടെയാണ്. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. ഇത് ജന്മാഷ്ടമിക്ക് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ 20 കോടി ഏകാദശി വ്രതം എടുക്കണ പോലെയാണെന്ന്. അത് ഓസിന് 20 കോടി ഏകാദശി വ്രതം എടുക്കാനൊന്നുമല്ല, നോർമലി ഞാൻ മൺഡേസ് വ്രതം എടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ 1-2 മാസമായിട്ട്, പണ്ട് മുതൽ എടുക്കുന്നതാണ്, ഇപ്പം റീസെൻ്റ്ലി 2 മാസമായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഏതായാലും ഞാൻ ആ ഫാസ്റ്റിംഗ് എടുക്കും. അതെന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിയുമ്പോൾ വിളക്കെത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ചോറ് കഴിക്കാറുണ്ട്. ഇതിന് ഞാനിന്ന് അന്നം കഴിക്കില്ല. ഇപ്പോൾ ഈ ഉണ്ടാക്കുന്ന പ്രസാദമൊന്നും ഞാനിന്ന് കഴിക്കില്ല, നാളെ കഴിക്കുള്ളൂ. ഇനി തെറ്റുകുറ്റങ്ങളുണ്ടാവും, ടേസ്റ്റ് ചെയ്യാതെ ഉണ്ടാക്കുന്ന ഒക്കെ നിവേദ്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ ഉണ്ടാക്കുന്നതാണ്. അപ്പം മിസ്റ്റേക്സ് ഉണ്ടാവുമായിരിക്കും, ക്ഷമിക്കുക. എല്ലാം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. അപ്പം എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ജന്മാഷ്ടമി. അപ്പോൾ പറഞ്ഞ പോലെ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. ഞാൻ 3 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്, 3 നൈവേദ്യങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഖീരി, പിന്നെ ഒന്ന് കടലയുടെ ഒരു ഉപ്പേരി പോലത്തെ ഒരു സംഭവം, പിന്നെ ഉണ്ടാക്കുന്നത് കേളയ ഹലുവ, അതായത് നേന്ത്രപ്പഴത്തിൻ്റെ ഹലുവ. നമ്മുടെ സാധാരണ ഹലുവ പോലെയല്ല, അത് കാണുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം. പറയേണ്ട ആവശ്യമില്ല, ആരും പറയത്തില്ല, ഞാൻ തന്നെ ഇട്ടോളാം. ഷോർട്സ് ആക്കിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇട്ടേക്കാം. എന്തായാലും ഭയങ്കര സന്തോഷമായിട്ട്, ഭയങ്കര എന്താ പറയുന്നത്, എനിക്ക് 4:30 ഞാൻ ജീവിതത്തിൽ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ എണീക്കാറില്ല. ഇങ്ങനെ എന്തെങ്കിലും എവിടെയെങ്കിലും അമ്പലത്തിൽ പോകണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് മാത്രമാണ് എണീക്കാറ്. ഇന്ന് പക്ഷേ ഞാൻ ഇത്രയും നാൾ ഫാസ്റ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഇതുവരെ ആയിട്ടും യാതൊരു തരത്തിലുള്ള ക്ഷീണമോ ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഖീരിക്കുള്ള സംഭവമാണ്. ഖീരി എന്ന് പറഞ്ഞാൽ ഒരു ഗോതമ്പ് പായസം പോലെയാണ്. അതിൽ ചെറുപയർ പരിപ്പും കടലപ്പരിപ്പും ഗോതമ്പ് റവ, ഇച്ചിരി ചെറിയ റവയായിപ്പോയി ഞാൻ ഇട്ടത്. കുറച്ചുകൂടെ വലിയ റവയാണെങ്കിൽ നമുക്ക് കടിക്കാനൊക്കെ കിട്ടും. അപ്പം അത് നല്ലപോലെ നെയ്യിൽ വഴറ്റിയിട്ട് വേവിച്ചെടുക്കണം. കടലകളൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടണം കേട്ടോ, എന്നാലാണ് രസം. പിന്നെ നമ്മുടെ കറുത്ത കടല കുതിർത്തിക്കാൻ വെച്ചത് കുക്കറിലിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അത് കടുകും ജീരകവും ഇട്ട് കടുവറുത്തതിന് ശേഷം ഉണക്കമുളകും കറിവേപ്പിലയിടും, തേങ്ങയിടും, കുരുമുളക് പൊടിയിടും. അതാണ് എൻ്റെ ഒരു ഇത്. എന്നിട്ട് ആ തേങ്ങ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം വെന്ത കടലയും ഇട്ട് ഉപ്പും മുളക് പൊടിയും ഇട്ട് അതൊന്ന് വറ്റിച്ച് ഡ്രൈ എടുക്കും. ഇത് ഈ കറുത്ത ചീനച്ചട്ടിയിൽ, അതായത് അയണിൻ്റെ ചീനച്ചട്ടിയിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ കറുത്ത നിറം ഉണ്ടാവും. അതിൽ തന്നെ വെച്ചിരുന്നാൽ കുറച്ചുകൂടെ നല്ല കറുത്ത കടല ഉപ്പേരി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിന് മെയിൻലി കൊങ്ങിണീസ് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ നവരാത്രിക്കൊക്കെ ചുണ്ടൽ അല്ലെങ്കിൽ ഈ വിജയദശമിയുടെ ദിവസം കുട്ടുപായസത്തിൻ്റെ കൂട്ടത്തിലൊക്കെ ഉണ്ടാക്കുന്നത് ഈ കടലയാണ്. അപ്പോൾ ഇന്നെന്തോ എനിക്ക് തോന്നി, ശരിക്കും ജന്മാഷ്ടമിക്ക് ഈ സംഭവം ഉണ്ടാക്കാറില്ല, പക്ഷേ എല്ലാം സ്വീറ്റായി പോയാൽ കൃഷ്ണനൊരു മത്ത് പിടിച്ചാലോ എന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ പറഞ്ഞില്ല, എല്ലാം നമ്മുടെ മനസ്സാണ്, ദൈവം നമ്മുടെ മനസ്സാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ തെറ്റ് ചെയ്യാണ്ട് നമ്മുടെ കർമ്മം മര്യാദയ്ക്ക് നന്നായിട്ട് ആരെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കുക, നമ്മൾ അറിയാണ്ട് ചിലപ്പം വിഷമിപ്പിക്കുന്നുണ്ടാവും, അറിയില്ല. എന്തായാലും അങ്ങനെ ഇതിപ്പോൾ ഖീരിയിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ കറുത്ത ശർക്കരയാണ് വാങ്ങിയതാണ്. പക്ഷേ അവർ തന്നത് എനിക്ക് വെളുത്ത ശർക്കരയായിപ്പോൾ, അതുകൊണ്ട് കളറ് ഖീരിയുടെ ഒരുമാതിരി വെള്ള കളറിലാണ് ഇരിക്കുന്നത്. അറിയാമല്ലോ, വെള്ള ശർക്കര ഇട്ട് കഴിഞ്ഞാൽ വെളുത്ത ഇരിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും പ്രഥമനൊക്കെ ഉണ്ടാക്കണ പോലത്തെയാണ്. അപ്പോൾ കേളയ ഹലുവയ്ക്കുള്ള കേളയ ഹലുവ, കേള എന്ന് പറഞ്ഞ പഴം എന്നാണ് കേട്ടോ കൊങ്ങിണിയിൽ. അപ്പം നേന്ത്രപ്പഴമാണ് എടുക്കുന്നത്, നല്ല പഴുത്ത പഴം തന്നെ വേണം. അതിനെ ഇങ്ങനെ നടുവേ കീറിയിട്ട് ഇച്ചിരി കട്ടിയുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ അരിയും, ഉപ്പരിക്കൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞതിന് ശേഷം നല്ല വെളിച്ചെണ്ണയിൽ, നെയ്യിൽ വേണമെങ്കിൽ വറക്കാം, നെയ്യ് ഇച്ചിരി അർബടായി പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് വറുത്തിരിക്കുന്നത്. വറുത്തതിന് ശേഷം ഇതിന് വേണ്ടിയിട്ട് പഞ്ചസാരയും നമ്മുടെ ഏലക്കയും കൂടെ മിക്സിയിലൊന്ന് അടിച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നെയ്യും, ഓരോ സ്പൂണ് നെയ്യും വേണമെങ്കിൽ നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. അതിപ്പോൾ ഞാൻ കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഖീരി നടക്കുന്നുണ്ട്, ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് തേങ്ങാപ്പാലൊക്കെ വേണം, പായസമല്ലേ. ഖീരി എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഗോതമ്പ് പായസം പോലെയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങാപ്പാലും 1-ാം പാലും 2-ാം പാലും ഒക്കെ എടുത്ത് അതിന് എല്ലാം എങ്ങനെ ചെയ്തു എന്ന് എനിക്കറിയില്ല. ഞാൻ വെള്ളം പോലും കുടിച്ചിട്ടില്ല. കാര്യം ഞാൻ എന്നും
തിങ്കളാഴ്ച ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എപ്പോഴും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് കുളിച്ച് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ 4:30 എണീറ്റപ്പോഴും എനിക്ക് ഒരു ക്ഷീണവും തോന്നിയില്ല, ഒന്നും തോന്നിയില്ല. നല്ല മഴയായിരുന്നു ശരിക്കും. കൃഷ്ണൻ ജനിക്കുന്ന ദിവസം ഭയങ്കര മഴയാണല്ലോ, അതേപോലെ മഴയായിരുന്നു ഇവിടെ, ഒന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ ഈ കിള ഹലുവ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടാക്കി എടുത്ത് വെക്കുന്ന പാത്രത്തിൽ നെയ്യും പഞ്ചസാരയും ഇങ്ങനെ അടിയിൽ കുറച്ചിടും, എന്നിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് അത് ഇടും, ഒരു ലെയർ ഇടും, പിന്നെയും നെയ്യും പഞ്ചസാരയും റിപ്പീറ്റ്. പഞ്ചസാര മീൻസ് ഏലക്ക കൂടെ മിക്സ് ചെയ്ത പഞ്ചസാരയാണ്, അപ്പോൾ ഒരു ഫ്ലേവറും അത്. എന്നിട്ട് അത് ചൂടോട് തന്നെ അടച്ച് വെച്ചിട്ട് നല്ല കുലുക്കിയൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വേണ്ട. ഈ പൊടിച്ച പഞ്ചസാരയായതുകൊണ്ട് പെട്ടെന്ന് അലുക്കും മീൻസ് അലിഞ്ഞിങ്ങനെ സിറപ്പ് പോലെയാവും. അതും ഈ പഴം ഇങ്ങനെ വറുത്തതും കൂടെയൊക്കെ കൂട്ടി അത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ കൃഷ്ണാഷ്ടമിക്ക് ട്രഡീഷണലി ഉണ്ടാക്കുന്നതാണ്, കൊങ്ങണീസ് ഉണ്ടാക്കുന്ന സംഭവമാണ്. കണ്ടോ, ഇതുപോലെ ലെയർ ചെയ്ത് കൊടുത്താൽ മതി. നല്ല നിങ്ങൾക്ക് വെറുതെ ഇപ്പം നേന്ത്രപ്പഴമൊക്കെ ഒത്തിരി ഉണ്ട്, ഓണത്തിന് വേണമെങ്കിൽ ഉണ്ടാക്കാം, ട്രൈ ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽ വീഡിയോസ് ഉണ്ടാക്കി ഇടാം എന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. ആരും ചോദിക്കില്ല, എനിക്കറിയാം, ഞാൻ തന്നെ ഇടും എൻ്റെ ഒരു സന്തോഷത്തിന്. ഇപ്പോൾ വീഡിയോസൊക്കെ ഇടുന്ന എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വ്യൂസോ അല്ലെങ്കിൽ ആര് കാണുന്നു, ആര് അഭിപ്രായം പറയുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുക, നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞൊന്നും ചെയ്യാറില്ല. കാര്യം അങ്ങനെ ആയി. അങ്ങനെ എന്തായാലും ജന്മാഷ്ടമി കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ജന്മാഷ്ടമി. അപ്പോൾ ഇതുപോലെ കീരി ഉണ്ടാക്കാം, അതായത് ഈ പായസം ഗോതമ്പ് പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ പച്ചമഞ്ഞ വേണ്ട കടല പായസം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കടല പായസം ഉണ്ടാക്കിയത്. അതിൻ്റെ റീല് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ യൂട്യൂബൊന്നും ഞാൻ പുതിയത് എടുത്തിട്ടില്ല, എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്, യൂട്യൂബിൻ്റെ കാര്യം ഓർമ്മയില്ല, അത്ര ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ, അതെനിക്ക് ഓർമ്മയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം അച്ഛൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. ഇവിടെ ഗണേശ ചതുർത്ഥി അടുത്ത ആഴ്ച 7-ാം തീയതിയാണല്ലോ, സെപ്റ്റംബർ 7. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിരുന്നു. അടിപൊളി മീൻസ് ഒരു നല്ലൊരു ഹാപ്പി ഫീലിംഗ് ആയിരുന്നു. ഒരു എന്ന് പറയാൻ എന്താണെന്നറിയില്ല, എനിക്ക് എൻ്റെ മോളുടെയൊക്കെ ബർത്ത്ഡേ പോലെയോ അങ്ങനെ ഒരു ഫീലിംഗാണ് കൃഷ്ണാഷ്ടമി എന്ന് പറയുന്നത്. എനിക്ക് എൻ്റെ കുഞ്ഞിനെ പോലെ, ഞാൻ കാര്യം അങ്ങനെയാണ് കൊണ്ട് നടക്കുന്നത്. എനിക്ക് തന്ന ഈ ലഡു ഗോപാലിനെ, അതായത് ഉണ്ണിക്കണ്ണനെ എനിക്ക് തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഒരു UP-കാരി കൊച്ചാണ്. നമ്മുടെ നാട്ടിലൊന്നും കേരളത്തിലൊന്നും ഈ ലഡു ഗോപാൽ ഇല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ ഗുരുവായൂരപ്പൻ അതിൻ്റെ ചെറിയ രൂപം വെണ്ണ കട്ട് തിന്നുന്ന അതേ കോൺസെപ്റ്റാണിതും, എന്നാലും ഈ ഒരു രൂപം നമ്മുടെ കയ്യിലില്ല. അപ്പം ഞങ്ങൾ ബഹറിലായിരുന്ന സമയത്ത് ഞാനൊരു UP-കാരി, എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ശ്രദ്ധ എന്ന് പറഞ്ഞിട്ട്, പുള്ളിക്കാരുടെ വീട്ടിൽ ഇതുണ്ട്. പുള്ളിക്കാർ ഭയങ്കര ബട്ടർ എന്നും ഡെയിലി കുളിച്ചിട്ട് വെള്ളവും ബട്ടറും ഒക്കെ കൊടുക്കാറുണ്ട്, പഞ്ചസാര കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് അവരുടെ പ്രസാദമായിട്ട് വെക്കുന്നത് ഡെയിലി ബേസിസിൽ കേട്ടോ. അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ദിവസം അവർ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കൊണ്ടുപോകാൻ തോന്നുന്നു, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. ഡ്രസ്സും നാപ്കിനും ഒക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞാൻ വ്യാഴാഴ്ചകളിലൊക്കെ എടുത്ത് കഴുകി കുളിപ്പിച്ചൊക്കെ റെഡിയാക്കും. ഇന്ന് പിന്നെ പുള്ളിക്കാരൻ്റെ സ്പെഷ്യൽ ഡേ ആണല്ലോ കൃഷ്ണൻ്റെ. അപ്പോൾ പിന്നെ നമ്മൾ നല്ല വൃത്തിക്ക് കുളിപ്പിച്ച് പുതിയ ഡ്രസ്സൊക്കെ ഇന്നലെ പോയി വാങ്ങിച്ച് എല്ലാം സെറ്റപ്പ്. പുതിയ ഡ്രസ്സ് മാത്രമല്ല, ഓർണമെൻറ്റ്സ്, വള, കമ്മലില്ല സോറി വള, പിന്നെ മറ്റേ മയിൽപ്പീലി, കിരീടം എല്ലാം പുതിയതായിരുന്നു. കണ്ടോ, മഴ കണ്ടോ, അടിപൊളി മഴയായിരുന്നു. ഇന്ന് അത്രയല്ല, 3 ദിവസമായിട്ട് മഴയായിരുന്നു. എനിവേ അങ്ങനെ അതെല്ലാം റെഡിയാക്കി, പൂവ്, തുളസി മാല ഞാൻ തന്നെ കെട്ടിയതാട്ടോ. തുളസിയായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എന്നിട്ട് മാല കോർക്കുക ചെയ്ത് മുല്ലപ്പൂവും എല്ലാം വെച്ച് നല്ല സുന്ദര കുട്ടനാക്കിയിട്ടുണ്ട് നമ്മുടെ കൃഷ്ണനെ. ലഡു ഗോപാൽ, കയ്യിൽ ലഡുവും പിടിച്ചിരിക്കുന്ന ആളെ, അതുകൊണ്ടാണ് ലഡു ഗോപാൽ എന്ന് പറയുന്നതെന്ന് തോന്നുന്നു. അതോ ഇനി ലാഡോ എന്ന് പറഞ്ഞാൽ നമ്മൾ മോനെ എന്ന് വിളിക്കുന്ന പോലെ, അല്ലെങ്കിൽ മോളെ എന്ന് വിളിക്കുന്ന പോലെ സ്നേഹത്തോടുകൂടി ലാളിച്ച് വിളിക്കുന്ന, ലാളിച്ചെന്ന് പറയൂ, എനിവേ അങ്ങനെയാണോ എന്നും എനിക്കറിയില്ല. എന്തായാലും ഈ ഒരു ലഡു ഗോപാൽ എനിക്ക് കഴിഞ്ഞ എൻ്റെ ഫ്രണ്ട്, ബഹറിലുള്ള ഫ്രണ്ട് തന്നതായിരുന്നു. അത് അന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ എല്ലാ കൃഷ്ണാഷ്ടമിക്ക് ഇതുപോലെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി പുതിയ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് അടിപൊളിയാക്കും. ഇവിടെ ആകുമ്പോൾ ഒരുപാട് ഓപ്ഷനുണ്ട്, ഡ്രസ്സൊക്കെ കിട്ടും, നല്ല ഇതൊക്കെയാണ്. കണ്ട തുളസിമാല ഞാൻ കോർത്തതാട്ടോ, അങ്ങനെ മുല്ലപ്പൂ കോർത്തതല്ല, ചേച്ചി കോർത്ത് തന്നതാണ് കടയിൽ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം. 3 പേരും വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് 3 പേരും കുളിച്ച് വന്ന് ഒരുമിച്ച് ആർത്തിയൊക്കെ കാണിക്കാൻ പറ്റി. ആർത്തി എന്ന് വെച്ചാൽ ആരതി, നമ്മൾ കർപ്പൂര ആരതിയും ധൂപ്പ് കൊണ്ടുള്ള ആരതിയും ഒക്കെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഖീരി, കിള ഹൽവ, ചൊണ ഉക്കരി, പഴം, പിന്നെ വെള്ളം നമ്മൾ ഇത്രയും കഴിച്ച് കഴിയുമ്പം ദൈവത്തിനായാലും വെള്ളം കുടിക്കാൻ തോന്നില്ലേ, അതുകൊണ്ട് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അങ്ങനെ കൃഷ്ണൻ്റെ ബർത്ത്ഡേ ഇനിയിപ്പം ഞാൻ രാത്രി മിഡ്നൈറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ പിന്നെ രാവിലെ മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ, അതായത് ഗ്രെയിൻസ് ആയിട്ടുള്ള ഫുഡ്. അപ്പം എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി. ഇപ്രാവശ്യം വ്രതം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, അടുത്ത പ്രാവശ്യം ഓർത്തെടുത്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജന്മാഷ്ടമി വൺസ് അഗെയിൻ. ടാറ്റാ ബൈ ബൈ, സീ യു.